വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ ഉദ്ഗ്രഥന അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ 3ാം ദിവസത്തെ ചോദ്യപേപ്പറാണിത്. ഇതിൽ 4 പ്രവർത്തനങ്ങളാണുള്ളത്. സാങ്കല്പിക ഡയറി എന്ന പ്രവർത്തനം ഭാഷയുടെയും, ഇൻ ദ ഫ്രൂട്ട് ഷോപ്പ്, ഹൗ മച്ച് മോർ എന്നീ പ്രവർത്തനങ്ങൾ ഗണിതത്തിൻ്റെയും, ഭയം വേണ്ട ജാഗ്രത മതി എന്ന പ്രവർത്തനം പരിസര പഠനത്തിൻ്റേതുമാണ്. പ്രവർത്തനം 11. ഭയം വേണ്ട ജാഗ്രത മതി. നാട്ടിൽ പലതരം രോഗങ്ങൾ. നിപ്പ, കോവിഡ്, ഇനിയും എന്തൊക്കെ? എല്ലാ രോഗങ്ങളും പകരുമോ? രോഗങ്ങളെ പട്ടികപ്പെടുത്തൂ. കോളറ, പ്രമേഹം, ഹൃദ്രോഗം, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, പല്ലുവേദന, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി, തലവേദന. പകരുന്ന രോഗങ്ങൾ: കോളറ, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, മലമ്പനി, എലിപ്പനി. പകരാത്ത രോഗങ്ങൾ: പ്രമേഹം, ഹൃദ്രോഗം, പല്ലുവേദന, തലവേദന. ഈച്ച പരത്തുന്ന രോഗം: കോളറ. ആക്ടിവിറ്റി 12. ഇൻ ദ ഫ്രൂട്ട് ഷോപ്പ്. ഈറ്റിംഗ് ഫ്രൂട്ട് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ദിയ ആൻഡ് റിജോ റീച്ച് ദ ഫ്രൂട്ട് ഷോപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഫ്രൂട്ട് ഈസ് കോസ്റ്റ്ലി? ഏത് ഫ്രൂട്ടിനാണ് കൂടുതൽ വില? 2. റിജോ ബോട്ട് 1 kilo of banana and 1 kilo of grapes. What will be the total amount? റിജോ 1 കിലോ ഏത്തപ്പഴവും 1 കിലോ മുന്തിരിയും വാങ്ങി. ആകെ തുക എത്ര? How much money is needed for Diya to buy 1 kilo of mango and 1 kilo of guava? ദിയയ്ക്ക് 1 കിലോ മാമ്പഴവും 1 കിലോ പേരയ്ക്കയും വാങ്ങാൻ എത്ര രൂപ വേണം? 4. Diya paid 100 rupees to the shopkeeper after buying mango and guava. How much money will the shopkeeper give back to Diya? ദിയ 100 രൂപ കടക്കാരന് കൊടുത്ത് മാങ്ങയും പേരയ്ക്കയും വാങ്ങിച്ചു. അയാൾ എത്ര രൂപ തിരിച്ചു നൽകി? 5. How much more money is needed to buy 1 kilo banana than 1 kilo of dragon fruit? 1 കിലോ ഏത്തപ്പഴത്തേക്കാൾ എത്ര രൂപ കൂടുതൽ വേണം 1 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാൻ? ആക്ടിവിറ്റി 13. How much more? Rijo has 1 50 rupees note, 2 10 rupees notes and 2 1 rupee coins. How much money does Rijo have in total? റിജോ 1 50 രൂപയും 2 10 രൂപയും 2 1 രൂപ നാണയങ്ങളും കൊടുത്താൽ ആകെ എത്ര രൂപ? 2. You have got a number. Write it in different ways. കിട്ടിയ സംഖ്യ വ്യത്യസ്ത രീതിയിൽ എഴുതൂ. പ്രവർത്തനം 14. സാങ്കല്പിക ഡയറി. ചിണ്ടനലി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയതും സുഗന്ധമുള്ള ചെടി കണ്ടതും അത് കൈക്കലാക്കി തിരിച്ചു വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ ദിവസത്തെ അനുഭവങ്ങൾ ചേർത്ത് ചിണ്ടനലിയായി സങ്കല്പിച്ച് ഡയറി എഴുതൂ. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റു. കാറ്റിന് നല്ല സുഗന്ധം. ഓലേഞ്ഞാലി കിളിയോട് ചോദിച്ചപ്പോൾ കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട പൂവുണ്ടെന്നറിഞ്ഞു. ഞാനും കൂട്ടുകാരും രാത്രി തോട്ടത്തിലെത്തി. ചെന്നായ്ക്കൾ കാവലുണ്ട്. ഞങ്ങൾ തുരങ്കം ഉണ്ടാക്കി തോട്ടത്തിൻ്റെ അകത്ത് കയറി. പൂവും ചെടിയും ഞങ്ങൾ എല്ലാവരും കൂടി പിച്ചിയെടുത്തു. എനിക്ക് കിഴങ്ങാണ് കിട്ടിയത്. ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു നട്ടു.